ഒക്ടോബർ 19 വിശുദ്ധ ഐസക് ജോക്സ്. വടക്കേ അമേരിക്കയിലെ പ്രമുഖ രക്തസാക്ഷികളാണ് വിശുദ്ധ ഐസക് ജോക്സും കൂട്ടാളികളും. ഒരു യുവ ജസ്യൂട്ടായിരിക്കെ അദ്ദേഹം ഫ്രാൻസിൽ സാഹിത്യം പഠിപ്പിക്കുകയായിരുന്നു. 1636 ഹുറോൺ ഇന്ത്യക്കാരുടെ ഇടയിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. ഹുറോൺ ജാതിക്കാരെ ഇറോക്കിയോസ് നിരന്തരം ആക്രമിച്ചിരുന്നു. താമസിയാതെ ഫാദർ ഐസക്കിനെയും ഇറോക്കിയോസ് 13 മാസം കാരാഗൃഹത്തിലടച്ചു. അദ്ദേഹത്തോടും കൂട്ടുകാരോടും ചെയ്ത അക്രമങ്ങൾ അദ്ദേഹത്തിന്റെ എഴുത്തുകളിൽ വിവരിച്ചിട്ടുണ്ട്. മാനസാന്തരപ്പെട്ട ഹുറോൺകാരെ കൊല്ലുന്ന കാഴ്ച അദ്ദേഹത്തെ ഏറെ സങ്കടപ്പെടുത്തിയിരുന്നു. ലന്തക്കാരുടെ സഹായത്തോടെ അദ്ദേഹം രക്ഷപ്പെട്ട് ഫ്രാൻസിലെത്തി. വിരലുകൾ പലതും മുറിച്ചു കളഞ്ഞതും കത്തിച്ചു കളഞ്ഞതുമായിരുന്നു. ശതമായ കരങ്ങളോടെ കുർബാന അർപ്പിക്കാൻ അനുവാദം കൊടുത്ത 8ാം ഉറുബൻ മാർപ്പാപ്പ ഇങ്ങനെ എഴുതി: ക്രിസ്തുവിന്റെ രക്തസാക്ഷിക്ക് അവിടുത്തെ തിരുരക്തം പാനം ചെയ്യുവാൻ അനുവദിക്കാതിരിക്കുന്നത് ലജ്ജാവഹമായിരിക്കും. ഇത്രയും സഹിച്ച ഫാദർ ഐസക് 1646 വീണ്ടും ഇറോക്കിയോസിന്റെ രാജ്യത്തേക്ക് മടങ്ങുകയും അവരോട് ഒരു സന്ധി ചർച്ച ചെയ്ത് ഇന്ത്യരുടെ ഇടയിൽ മിഷൻ പ്രവർത്തനം ആരംഭിച്ചു. തൽക്ഷണം അവിടെ ഒരു പകർച്ചവ്യാധി പടരുകയും അനേകർ മരിക്കുകയും ചെയ്തു. ഈശോ സഭക്കാരുടെ മന്ത്രവാദമാണെന്ന് കരുതി ഫാദർ ഐസക് ഉൾപ്പെടെ 6 വൈദികരെയും 2 സഹോദരന്മാരെയും ക്രൂരമായി വധിച്ചു.